ക്രെഡിറ്റ് കൗൺസിലിംഗ്. കാരണം ഇൻവെസ്റ്റ് ചെയ്യുന്ന മാത്രമല്ല ഫിനാൻഷ്യൽ പ്ലാനിങ്. നിങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ, ഇപ്പോൾ ഹൗസിംഗ് ലോൺ ആണെങ്കിലും ശരി, കാർ ലോൺ ആണെങ്കിലും ശരി, ഒരുപാട് ബാങ്ക്സ് ഉണ്ട്, ഒരുപാട് NBFCs ഉണ്ട്. ഇത് എവിടെ നിന്ന് എടുക്കണം, എത്ര എടുക്കണം, എവിടെ നിന്ന് കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ കിട്ടും, എന്താ ഫ്ലാറ്റ്, എന്താ ഫ്ലാറ്റ്, എന്താ ഡിമിനിഷിങ്, എന്താണ് MCLR, എന്താണ് റിപ്പോ ലിങ്ക് റേറ്റ്, ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല. കിട്ടുന്നിടത്തുനിന്ന് കിട്ടാവുന്ന മാക്സിമം എമൗണ്ട് എടുക്കുക എന്നുള്ളതാണ് ഒരു അപ്രോച്ച്. അപ്പോൾ അവിടെ ക്രെഡിറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു സർവീസ് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഓൾറെഡി ക്രെഡിറ്റ് എടുത്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരുപക്ഷെ അയാളുടെ സാമ്പത്തിക അവസ്ഥയിൽ എന്തെങ്കിലും ചേഞ്ച് വന്നതനുസരിച്ചിട്ട് ആ എടുത്തിട്ടുള്ള ലോൺസ് സ്ട്രെസ്ഡ് ആവാം. അപ്പോൾ ആ സ്ട്രെസ്ഡ് ആകുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള പ്രത്യേകിച്ചുള്ളൊരു പ്രോബ്ലമാണ്. നിങ്ങൾ ഒരുപാട് ആത്മഹത്യകൾ, കടം കൂടിയിട്ടുള്ള ആത്മഹത്യകൾ, കർഷക ആത്മഹത്യകൾ എന്നൊക്കെ പറഞ്ഞ് കാണും. ബേസിക്കലി കടം കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കടം വരുമ്പോൾ നമ്മുടെ ആൾക്കാർക്കുള്ള പ്രശ്നം അവരതിനെക്കുറിച്ച് മിണ്ടില്ല. ഒരു ഒട്ടകപ്പക്ഷിയുടെ അപ്രോച്ചാണ്. കടമെടുത്ത് കടം പ്രശ്നമായി കഴിഞ്ഞാൽ ഉടനെ തലപൊത്തി നിന്നാൽ അതതിൻ്റെ സൊല്യൂഷൻ കാണും. അതിനെക്കുറിച്ചിട്ട് എത്രയും നേരത്തെ നിങ്ങൾ സംസാരിക്കുന്നു, എത്രയും നേരത്തെ അത് സോൾവ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുന്നു, അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഡെറ്റ് മാനേജ്മെൻറ്റ് സർവീസസ്, അപ്പോൾ ഒരു പ്രോബ്ലത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിൽ നിന്ന് എങ്ങനെ പുറത്തു വരാം, ഇതിനെക്കുറിച്ചുള്ള കൺസൾട്ടിങ് സർവീസസ്.